നമ്മുടെ ഷാവുക്ക അയച്ചു തന്നതാണ് ഈ ഡ്രസ്സ്. ഇന്നലെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഡ്രസ്സ് അയച്ചിട്ടുണ്ട് ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഇന്ന് അത് ആ പോസ്റ്റിൽ വന്നു. അപ്പോൾ അത് എടുത്ത് തുറന്നു നോക്കുകയാണ്. ഈ കുട്ടികൾ 3 കുട്ടികളെ നമ്മൾ ദത്തെടുത്ത കുട്ടികളാണ്. വാപ്പയില്ലാത്ത കുട്ടികളാണ്. ഉമ്മയുണ്ട്, വല്യമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവരും ഈ ഡ്രസ്സ് വന്നപ്പോൾ തുറന്നു നോക്കുമ്പോൾ അവരും വന്ന് നോക്കുകയാണ്. ഇതൊക്കെ ആൺകുട്ടികളുടെ ടീഷർട്ടുകളാണ്. പെൺകുട്ടികളുടെ ടീഷർട്ടും ഉണ്ട് ഇതിൽ. അധികവും പെൺകുട്ടികളുടെ ആണ്. ആൺകുട്ടികളുടെ ടീഷർട്ട് കുറച്ചുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു കെട്ടും കൂടി ഉണ്ട്, അതിലൊന്ന് നോക്കാം. അതിലുള്ളത് മുഴുവനും ഉടുപ്പുകളാണ്. ഈ ഉടുപ്പുകൾ ചെറിയ കുട്ടികളുടെ ഒരു 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളുടെ ഉടുപ്പുകളാണ്. ഇതിലൊക്കെ പുതിയതാണ് കേട്ടോ. കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് അദ്ദേഹം അയച്ചു തന്നിട്ടുള്ളതാണ്. അതായത് ഉപയോഗിച്ചതോ പഴയതോ ഒന്നുമല്ല. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും അർഹരായ കുട്ടികൾക്ക് വേണം നമുക്കിത് കൊടുക്കാൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ തിരഞ്ഞെടുത്തത് നമ്മൾ ദത്തെടുത്ത കുട്ടികളെ തന്നെയാണ്. ഈ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ നന്നായി പഠിക്കുന്ന കുട്ടികളാണ് ഇവർ. വാപ്പയില്ലാത്ത കുട്ടികളാണ്. വളരെ ഇപ്പോൾ ഈ കുട്ടിക്ക് ഒരു ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതെടുത്തു. അപ്പോൾ അത് അവൾക്ക് കൊടുത്തു. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് നമുക്ക് ആർക്കാണ് കൊടുക്കേണ്ടത്? ഇത് നമുക്ക് ഈ പയ്യന് കറക്റ്റ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അവനൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടു, അവന് സന്തോഷമായി. ഇനി നമുക്കൊരു ഡ്രസ്സ് കൂടി ഉണ്ട്, ഇതെടുത്ത് നോക്കാം. ഈ 2 ഡ്രസ്സ് ഇവർക്ക് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതും അവന് കറക്റ്റായിരിക്കും. അപ്പോൾ ഈ ഒരു കളറും കൂടി അവന് ഇട്ട് കൊടുത്താൽ അവൻ്റെ കാര്യം ഓക്കെ, അവന് സന്തോഷമായി. അപ്പോൾ ഇനി നിനക്ക് ഹാപ്പി. ഇവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായി പഠിക്കുന്ന പയ്യനാണ് ഈ 3 കുട്ടികളും. അപ്പോൾ അതിൽ ഇവന് 2000 രൂപയാണ് ഒരു മാസം ഫീസായിട്ട് വരുന്നത്. ഈ കുട്ടികൾക്കൊക്കെ അതെ. ഈ 2 കുട്ടികൾ ഒരു സ്കൂളിലും ഈ പച്ച ഡ്രസ്സ് ഇട്ട കുട്ടി മറ്റൊരു സ്കൂളിലുമാണ്. ഇവിടെ ഗവൺമെൻറ് സ്കൂളിലൊന്നും ഇവരെ പഠിപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ പ്രൈവറ്റായിട്ട് തന്നെ വേണം നമുക്ക് പഠിപ്പിക്കാൻ. അപ്പോൾ ഇനിയിപ്പം വേണ്ടത് ഇവർക്ക് 3 പേർക്കും 2000 രൂപ വീതം ഫീസ് അടയ്ക്കണം. ഇതുവരെയുള്ള ഫീസുകളൊക്കെ നമ്മൾ അടച്ചു. ഇനി നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത മാസം മുതലുള്ള ഫീസ് നമുക്ക് ആലോചിക്കുക തന്നെ വേണം. അതിന് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഡ്രസ്സ് എടുത്ത് നോക്കാം. ആ ഡ്രസ്സ് ഈ കുട്ടിക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. ഇന്നലെ ഞാനൊന്ന് എടുത്ത് നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഈ കുട്ടിക്ക് കൊടുക്കാമെന്നാണ്. അവൾ ക്ലാസ്സിലെ ഫസ്റ്റാണ്, സ്കൂളിലെ ഫസ്റ്റാണ്. അപ്പോൾ അവൾ തലസിയമ എന്ന് പറഞ്ഞ ഒരു അസുഖം ഈ കുട്ടിക്കുണ്ട്. മാസത്തിൽ 5000 രൂപയുടെ മരുന്ന് ഈ കുട്ടിക്ക് മാത്രം വേണം. കിഡ്നിയും ലിവറും പോയ ഒരു കുട്ടിയാണ്. അപ്പോൾ ബ്ലഡ് ചേഞ്ച് ചെയ്യണം എല്ലാ മാസവും. ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ എന്തോ ഒരു സംഭവം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, അയണിൻ്റെ അംശം എന്തോ. അപ്പോൾ ബ്ലഡ് നമുക്ക് എല്ലാ മാസവും ഇവൾക്ക് ഓരോ ബാഗ് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 5000 രൂപ മാസം മരുന്നിന് മാത്രം വേണ്ട ഒരു കുട്ടിയാണിത്. ഇതുവരെ നമുക്ക് ചില ആളുകളൊക്കെ സ്പോൺസർ ചെയ്തിരുന്നു. 1 മാസത്തെ പൈസ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് പലരും വന്നിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത മാസത്തിന് ഇവൾക്ക് മരുന്നിനുള്ള പൈസ നമ്മുടെ ഇല്ല. അതെന്തായാലും നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സഹായിച്ച് ആ കുട്ടിയെ എത്ര നാൾ നമുക്ക് ചികിത്സിക്കുന്ന അത്രയും നാൾ ആ കുട്ടി ജീവിച്ചിരിക്കും. ഇനി ഈ ഒരു ഡ്രസ്സ് കൂടി ഉണ്ട്. ഇവൾക്ക് ഒരെണ്ണം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരെണ്ണം കൂടി അവൾക്ക് കൊടുക്കാം. ഇവളുടെ സ്കൂള് ഒരു നല്ലൊരു സ്കൂളാണ്. പ്രൈവറ്റ് സ്കൂളാണെങ്കിലും നല്ലൊരു സ്കൂളാണ്. അവിടെ ഫീസ് തന്നെ 4000, അതുപോലെ ഹോസ്റ്റൽ ഫീസ് 3000 ഒക്കെയാണ് അവർ സാധാരണ കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങണത്. പക്ഷേ ഇവളുടെ അടുത്ത് നിന്ന് ഇതൊന്നും വേണ്ട, 2000 രൂപ മാത്രം മതി. അവളെ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളിവിടെ താമസവും ഭക്ഷണവും പഠിപ്പും ഒക്കെ അവർ ഏറ്റെടുത്തു. പക്ഷേ 2000 രൂപ മാസം നമ്മൾ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം. ഇതിപ്പോൾ കഴിഞ്ഞ മാസം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം നിർബന്ധമായിട്ടും ആവശ്യമാണ്. അല്ലാതെ നമുക്കൊരു വഴിയും നമ്മുടെ മുന്നിൽ. എൻ്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ്. ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ ഇത്രയും നാൾ നോക്കിയിരുന്നത്. ഇനി ഇവരെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു അക്കൗണ്ടിലൊന്നും പൈസ ഇല്ലാത്തൊരു അവസ്ഥയും കൂടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡ്രസ്സുകൾ നോക്കാം. ഈ ഡ്രസ്സുകൾ ചെറിയ കുട്ടികളുടെ ഉടുപ്പുകളാണ്. അത് നമുക്ക് ഓരോന്നായിട്ട് മടക്കി വെച്ചിട്ട് ഒരു സഞ്ചിയിലാക്കിയിട്ട് കൊണ്ടുപോകാം. തോളിലിട്ടിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം. എന്നിട്ട് ആ അളവിന് കാണുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് അവർക്ക് എടുത്തു കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പുറത്തിറങ്ങുന്നവരെ നമുക്കിത് എങ്ങനെയാണ് ഇത് വിതരണം ചെയ്യേണ്ടതെന്നുള്ള യാതൊരു ഐഡിയയും ഇപ്പം എൻ്റെ കയ്യിലില്ല. എന്തായാലും ഇതൊക്കെ ഒരു കവറിലാക്കി കൊണ്ടുപോവാം. എന്തായാലും ഇനി ബാക്കിയുള്ളതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ വാതിൽ തുറന്ന് പോവാൻ. അങ്ങനെ പോയി
തോളിലും ഡ്രസ്സ് വിട്ട് ഇങ്ങനെ നടക്കുകയാണ്, കുട്ടികളെ അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ഇയാൾ ഇങ്ങനെ നടക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാനൊരു ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ കുട്ടികൾ വന്ന് നിന്നപ്പോൾ അവർക്ക് ഒന്ന് നോക്കിയപ്പോൾ ഈ കുട്ടിക്ക് ഇത് കറക്റ്റായിട്ട് പാകുണ്ട്, നീ ഇത് കൊണ്ടുപോയിക്കോ മോളെ. അപ്പോൾ ഇനി അടുത്ത ആൾ വരൂ, അടുത്ത ആൾ വന്ന് നോക്കാം, നിൻ്റെ കറക്റ്റ് ആണോ എന്ന് നോക്കാം, കിട്ടിയത് നിനക്ക് കൊണ്ടുപോകാം. ഇത് ഈ കുട്ടിക്ക് ഏകദേശം പാകമാവും തോന്നുന്നു, എന്തായാലും കൊണ്ടുപോയിക്കോ. അവൾക്ക് സന്തോഷമായിട്ട് അവൾ പോയി. ഈ കുട്ടിക്ക് പാകമുള്ളത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സൈസ് അവൾ വലിയ കുട്ടിയാണ് കുറച്ച്, ഇത് കുറച്ച് ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണ് ഇവിടെ ഉള്ളത്. ഇനി അവൾക്ക് വല്ല ടീഷർട്ടും പറ്റുമെന്ന് നോക്കാമെന്ന് മാത്രം. ആ ടീഷർട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊണ്ടുപോയിക്കോ, നിനക്ക് ടീഷർട്ട് കൊണ്ടുപോകും. ഒരു ചെറിയ കുട്ടി വന്നിട്ടുണ്ട്, അവൾക്ക് പറ്റിയൊരു ഡ്രസ്സും കിട്ടിയിട്ടുണ്ട്, കറക്റ്റാണ്. അവൾക്കത് നല്ല ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അവൾ ഇട്ടിട്ട് വരും. എന്നാലും ഈ കുട്ടിക്ക് പറ്റിയതുണ്ടോ നോക്കാം. ഇതൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, അത് അവൾക്ക് പറ്റുകയാണെങ്കിൽ അവൾ കൊണ്ടുപോയിക്കോട്ടെ. ഇനി ഒരു ചെറിയ കുട്ടിയാണ്, വളരെ ചെറിയ കുട്ടിയാണ് വന്നിട്ടുള്ളത്, അതിനൊരു ടീഷർട്ട് ചെറുത് ഒരെണ്ണം മാത്രം ഉണ്ടായിരുന്നു, അത് അവനും കൊടുത്തു. ഇനിയിപ്പോൾ ആരെ അന്വേഷിക്കേണ്ടത്? ഈ ഒരു കുട്ടി വന്നിട്ടുണ്ട്, ഒരു വലിയ ടീഷർട്ടാണ്. അപ്പോൾ ഇതിലിപ്പോൾ ആ കറുത്ത ഉടുപ്പിട്ട കുട്ടിക്കായിരിക്കും അത് പാകം. എന്തായാലും അവൾക്ക് ഒരു വലിയ കുട്ടിക്ക് ഒരെണ്ണം കൊടുക്കാം, അവൾക്ക് വളരെ സന്തോഷമായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു ചെറിയൊരു കുട്ടി വന്നു, അവൾക്കും ഇതിനാണ് കറക്റ്റ് അത് പാകം. ഇനി ഉള്ളത് ഒരു ടീഷർട്ടും കൂടി ഉണ്ട്, അവനത് കറക്റ്റായിട്ടുണ്ട്, കൊണ്ടുപോകാം. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ഇതൊരു വലിയൊരു ഉടുപ്പാണ്, ആ ഒരു കുട്ടിക്ക് തീരെ വളരെ പരിതാപകരമായ സ്ഥിതിയിലുള്ളൊരു കുട്ടിയാണത്, അതുകൊണ്ട് ആ ഡ്രസ്സ് ആ കുട്ടിക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഈ ഡ്രസ്സുമായിട്ട് പോവാണ്. ഇനി പോയി നോക്കാം, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണാം. മറ്റേ കുട്ടി അത് ഇട്ടിട്ട് വന്നു, ആ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും സന്തോഷമായി, അവൾക്ക് കൊടുത്ത ഡ്രസ്സ് ഇഷ്ടമായി, അതുകൊണ്ടാണ് ഇട്ടിട്ട് വന്നിരിക്കുന്നത്. ഈ കുട്ടിക്ക് ഇതൊരു പെൺകുട്ടി തന്നെയാണ്, അപ്പോൾ അവൾക്കത് കറക്റ്റ് പാകമാണ്. ഇനി വേറൊരു കുട്ടി നോക്കാം, ഇതിനും അവൾക്കും അത് പാകമുള്ളൊരു ഡ്രസ്സ് തന്നെ അവൾക്ക് കിട്ടി. ഇനിയിപ്പോൾ ഇവർക്കിത് ഏതെങ്കിലും തരത്തിൽ പാകമില്ലാത്തതാണെങ്കിൽ അവരെ അനിയത്തിക്കോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലോ ഒക്കെ കൊടുത്തോളും. പിന്നെ ഒരു ടീഷർട്ട് കിട്ടി. ഈ കുട്ടി എന്നും നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ വരുന്നൊരു കുട്ടിയാണ്, അപ്പോൾ അവൾക്കത് കിട്ടി. ഈ കുട്ടിക്കും ഒരു ടീഷർട്ട് കിട്ടി. ഏറ്റവും അർഹരായ അവരുടെ വീട്ടിൽ തിരഞ്ഞു പോയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഒരു കുട്ടി അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്, അതിനെ വിളിച്ചപ്പോൾ അതിന് ഷർട്ട് ഇട്ടിട്ടില്ല അപ്പോൾ അത് വന്നു. അപ്പോൾ അതിന് നമ്മൾ കൊടുത്തു. അവൾക്ക് കുറച്ച് വലുത് കൊടുക്കാമെന്നാണ് ഞാൻ കരുതണത്. ഇതായിരിക്കും അവൾക്ക് പാകം, ഇത് ഇട്ടോട്ടെ, ഇതിട്ടിട്ടോ, നീ ഇതിട്ടോ, അങ്ങനെ നിനക്ക് അങ്ങനെ പോവാം. ഇനി ഇവിടെ ഒരു ചെറിയ കുട്ടി നിൽക്കണത്, ഈ കുട്ടിക്ക് ഈ ഡ്രസ്സ് കൊടുത്താലോ? കറക്റ്റ് പാകം. ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല, ആ കുട്ടി അങ്ങനെ വഴിയിൽ വന്ന് നിന്നതാ. പിന്നെ ഒരു വേറൊരു കുട്ടിയെ അതുപോലെ കിട്ടി, ആ കുട്ടിക്കും കറക്റ്റ് പാകത്തിനുള്ള ഡ്രസ്സ് കൊടുക്കാൻ പറ്റി. ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, അതൊരു ആൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, പക്ഷെ അത് പെൺകുട്ടിയാണത്ര. അപ്പോൾ അതിനൊരു പെൺകുട്ടികളുടെ ഡ്രസ്സ് തന്നെ കൊടുക്കാം, അപ്പോൾ അതിനും കിട്ടി. അപ്പോൾ 2 കുട്ടികൾക്ക് ആ വീട്ടിൽ തന്നെ ഡ്രസ്സ് കൊടുക്കാൻ പറ്റി. ഇനി നമുക്കുള്ളത് ചെറിയൊരു കുട്ടിയാണ്, ആ കുട്ടിക്ക് പാകമാവും തോന്നുന്നു, അവൾക്കും അത് കൊടുക്കാം. ഇനിയിപ്പോൾ ഉള്ളത് ഒരെണ്ണമാണ്, ഒരു ഡ്രസ്സ് ഉണ്ട്, അതിനെപ്പറ്റി ഒരാളെ കിട്ടണം, ഇതായിരിക്കണം. ഈ ഉമ്മയുടെ മടിയിലുള്ള ആ കുട്ടിക്ക് ഈ ഡ്രസ്സ് കറക്റ്റ് പാകമായിരിക്കും. എൻ്റെ